കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഖസീദത്തുൽ വിച്രികയിലെ അലിഫിന്റെ ഖാഫിയയിലെ 1-2 വരികളാണ് ചൊല്ലിയത്. അഖിലായ മയ്യുഹ്സി മദീഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖറഉ. അഖിലായ എന്റെ കൂട്ടുകാരെ, ചങ്ങാതിമാരെ, മയ്യുഹ്സി ആരാണ് തൃപ്തിപ്പെടുത്തുക, മദീഹ മുഹമ്മദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായി പടച്ച ഒരേ ഒരാൾ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വ അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ശിഖാഖി. സൃഷ്ടികളിൽ വെച്ച് നിരുപാധികം ഏറ്റവും ശ്രേഷ്ഠരാരാണ് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയ മഹത്വങ്ങൾ, മികവുകൾ അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അതാണ് മഹാനവറുകൾ ചോദിക്കുന്നത്, അഖിലായ എന്റെ ചങ്ങാതിമാരെ, മയ്യുഹ്സി ആര് ക്ലിപ്തപ്പെടുത്തും, മദീഹ മുഹമ്മദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങളെ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഉ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹായി അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ എത്രയാണ് വർണ്ണിച്ചത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ദീവാനിൽ പറയുന്നുണ്ട്, മാദാ യഖൂലുൽ മാദിഹൂന വമദ്ഹുകും ഹഖ്ഖൻ ബിഹി നഖൽ കിതാബുൽ മുഹ്കമു. യാ റസൂലല്ലാഹ്, തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ആളുകൾ എന്തു പറയാനാണ്, സ്തുതിപാഠകർ എന്തു പറയാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ, സുന്ദരമായ രീതിയിൽ, മികവുറ്റ രീതിയിൽ തങ്ങളെ മദ്ഹ് ചെയ്തല്ലോ. വിശുദ്ധ ഖുർആൻ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞു, തങ്ങൾ ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിന്റെ മേലിലാണ്. അതിനേക്കാൾ വലിയ മദ്ഹ് വേറെന്താ? അപ്പൊ നബി തങ്ങളെ മദ്ഹ് ഒരാൾക്കും ഇവിടെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. തങ്ങളുടെ മദ്ഹ് എഴുതാൻ പേനയെടുത്തവർ, പറഞ്ഞവർ മുഴുക്കെ ആയുധം വെച്ച് കീഴടങ്ങി. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പറഞ്ഞില്ലേ, ഇന്ന ഫള റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഇബ അൻ ഹുനാഖിഖും ബിഫമി ഫൽഖുബ ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൽഖുബ ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. നബി തങ്ങളെ പറ്റി എന്ത് മധുരം പറയാ, എന്ത് മഹത്വവും പറയാ, അതൊന്നും അധികം പറ്റല്ല. കാരണം ഫഇന്ന ഫള റസൂലില്ലാഹ്, നബി തങ്ങളുടെ മികവുകൾ, ശ്രേഷ്ഠതകൾ, ലൈസ ലഹു ഹദ്ദുൻ, അതിന് അതിരില്ല, പരിധിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പറയുന്നവർ അത് പറഞ്ഞു തീർക്കേണ്ടേ. ഒരിക്കലും തങ്ങളുടെ മഹത്വങ്ങൾക്ക് പരിധിയില്ല, അതിരില്ല. അതുകൊണ്ട് ഒരാൾക്കും അത് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദ എഴുതി മൂന്നാമത്തെ ഫസ്ലിൽ നബി തങ്ങളെ മദ്ഹ് പറയുന്ന ഫസ്ലാണ്. ആ ഫസ്ലിൽ ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു, നബി തങ്ങളെ കുറിച്ചുള്ള എന്റെ അറിവിന്റെ പരമാവധി, നബി തങ്ങൾ ഒരു 1-ാം നമ്പർ മനുഷ്യരാൻ, മലക്കല്ല, ദൈവമല്ല, ദൈവാവതാരമല്ല, ദൈവപുത്രനല്ല, മനുഷ്യനാണ്. പക്ഷേ ചില്ലറ മനുഷ്യനല്ല. നബി തങ്ങളെ വിയർപ്പിന് ഔഷധവീര്യമുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിൽ കാണാം, നബി തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ബീവി ഉമ്മു സുലൈം
ഒരു പാത്രത്തിലേക്ക് തങ്ങളെ വിയർപ്പിങ്ങനെ ശേഖരിച്ചെടുക്കുന്നു. ചോദിച്ചു, ഉമ്മു സുലൈമേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, ഇത് തങ്ങളെ വിയർപ്പാണ്. നജഅലുഹു ഫീ ത്വീബിനാ വഹുവ മിൻ അത്യബി ത്വീബിനാ നർജു ബറകതഹു ലിസ്ബിയാനിനാ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. നബി തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വിയർപ്പ് പൊടിയുമ്പോ ഉമ്മു സുലൈം ആ വിയർപ്പ് ഇങ്ങനെ കുപ്പിയിലേക്ക് ശേഖരിക്കുകയാണ്. ഉണർന്ന നബി തങ്ങൾ ചോദിച്ചു, ഉമ്മു സുലൈമേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നബിയെ, ഇത് തങ്ങളെ വിയർപ്പാണ്. ഇത് ഞങ്ങൾക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്ന പണിയുണ്ട്, അത്തർ ഉണ്ടാക്കാറുണ്ട്. തങ്ങളെ വിയർപ്പ് ചേർക്കുന്ന അത്തർ ഏറ്റവും മുന്തിയ അത്തറാണ്, സുഗന്ധമാണ്. മാത്രമല്ല, ഈ വിയർപ്പിന്റെ ബറക്കത്ത് ഞങ്ങൾ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കാക്ഷിക്കുന്നു നബിയെ, പ്രതീക്ഷിക്കുന്നു നബിയെ. അതെന്തിനാ പറഞ്ഞത്? നബിതങ്ങൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ മനുഷ്യരല്ല, ഒരു ഒന്നാമത്തെ ഒരു മനുഷ്യനാണ്. തങ്ങളുടെ വിയർപ്പിന് മഹത്വമുണ്ട്, ഉമ്മനീരിന് മഹത്വമുണ്ട്, തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വമുണ്ട്. അതിനൊക്കെ തെളിവ് ഖുർആനും സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹുൽ മുസ്ലിമുമാണ്. ബാക്കി പിന്നെ മനസ്സിലായോ? അപ്പൊ ഇമാം ബുഖാരി പറയാണ്, തങ്ങളെ കുറിച്ച് പറയാവുന്നതിന്റെ, എനിക്കറിയാവുന്നതിന്റെ പരമാവധി തങ്ങളൊരു ഒന്നാം നമ്പർ മനുഷ്യരാണ്. ഇനി എന്താണ് എഴുതി പൂർത്തീകരിക്കുക? മഹാനവറുകൾക്കറിയുന്നില്ല. പേന വെച്ചു മഹാനവറുകൾ ചെറുതായും മയങ്ങിപ്പോയി. ആ ഉറക്കത്തിലതാ വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൂസൂരി കവിത പൂർത്തീകരിക്കും. തങ്ങളെ രണ്ടാമത്തെ മിസ്റാഅ് എഴുതാൻ കഴിയുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, എഴുതിക്കോ. അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബി തങ്ങൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഖൈറായവരാണ്. അത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ടാണ് ബുറുദ ചൊല്ലാൻ 9 ഷർത്തുണ്ട്. ആ 9 ഷർത്തിൽ ഒരു ഷർത്താണ് ഓരോ വരികൾക്കും ജവാബ് ചൊല്ലണം. ആ ജവാബ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ഒരു വരി അതിലുള്ളത് കൊണ്ടാണ് അത് തന്നെ പറയണം. അപ്പൊ നബി തങ്ങളെ മദ്ഹ് പറഞ്ഞ് ക്ലിപ്തപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞ കായൽപട്ടണം, അവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഉമറുൽ ഖാഹിരി, അദ്ദേഹം എഴുതിയ അറബി അക്ഷരമാലയിൽ കോർത്ത ഒരു കാവ്യമുണ്ട്. അല്ലഫൽ അലിഫൂനി വമ മദ്ഹി അഅലൽ ആലിഅൽ അവ്വല സുഖൂരി ബിസ്മില്ലാഹി ബദ്അൽ ഖാലിഖാൽ. അതിൽ മഹാനവറുകൾ പറഞ്ഞു, ബലഗൽ മുത്താഉ ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗുൻ മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലിബാൽ. തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ആളുകൾ അവർ കിണഞ്ഞു ശ്രമിച്ചു, അശ്രാന്ത പരിശ്രമം നടത്തി തങ്ങളെ മദ്ഹ് എന്ന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഫമാ ബലഗ ബാലിഗുൻ മിഅ്ശാറ മാ ഊതിയ ബിമാ ഫിൽ മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലിബാൽ. അവരുടെ ഹൃദയത്തിൽ നബിതങ്ങളെ കുറിച്ച് എന്തെല്ലാം ഉണ്ടോ അതിന്റെ 10-1 പോലും എഴുതി പ്രകാശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്രയും പരന്ന് കിടക്കുകയാണ് നബിതങ്ങളെ മദ്ഹ്. എത്രയാണ് പറഞ്ഞ തീരോ? വല്ലാഹി ലൗ അന്നൽ ബിഹാറ മിദാദുഹും വൽ ഉശ്ബ അഖ്ലാം ജുഇൽന ലിദാക. ലോകത്തുള്ള സമുദ്രങ്ങളിലെ വെള്ളമെല്ലാം മഷിയാക്കി, ലോകത്തുള്ള മരങ്ങളെല്ലാം വെട്ടി കലമാക്കി, എന്നാലും തങ്ങളെ മദ്ഹ് എഴുതി തീർക്കാൻ കഴിയില്ല. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. നബിയേ, അല്ലാഹു തങ്ങൾക്ക് ചെയ്ത ഫദ്ൽ അളീമാ,
എന്നിട്ട് മഹാനായ ബഗ്ദാദി നിങ്ങൾ പറയാണ് അഇദ മദ്ഹഹു ഇന്നൽ ഖുലൂബാ തുഹിബ്ബുഹു. നബി തങ്ങളെ മദ്ഹ് വീണ്ടാമതും മടക്കി പാടൂ മനുഷ്യ. ഹൃദയങ്ങൾ ആ മദ്ഹ് കേൾക്കാൻ വല്ലാതെ താല്പര്യപ്പെടുന്നു. നബി തങ്ങളെ കേൾക്കാൻ വല്ലാതെ താല്പര്യപ്പെടുകയാണ്. അത് നബി തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെയാണ്. വഅലം ബി അന്നാ മൻ അഹബ്ബ അഹ്മദാ ലഅബുദ്ദ അൻ യഹ്ബ ഇസ്മഹു മുറദ്ദദാ. യൂസുഫ് നബ്ഹാനി ജവാഹിറുൽ ബിഹാറിൽ പറഞ്ഞു, നബി തങ്ങളെ ഒരാൾ സ്നേഹിച്ചാൽ തങ്ങളെ മദ്ഹ് ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കാൻ, ആ പേരിങ്ങനെ ആവർത്തിച്ച് കേൾക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടാകും. അതൊരിക്കലും മടുപ്പുളവാക്കുകയില്ല. അവരൊക്കെ നബിതങ്ങളെ പേരിനെ എത്രത്തോളം ബഹുമാനിച്ചു. നബിതങ്ങളെ മാത്രമല്ല, തങ്ങളുമായി ബന്ധപ്പെട്ട സകലതിനെയും. അബുൽ അബ്ബാസിൽ മൂസി തങ്ങളെ ചരിത്രം പറഞ്ഞപ്പോ അബ്ദുൽ വഹാബി ഷഹറാനി റഹിമഹുല്ലാഹ് ത്വബഖാത്തിൽ പറഞ്ഞത് കാണാം. മഹാനവറുകൾ ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെയോ റസൂലിന്റെയോ പേര് പറയുന്നത് കേട്ടാൽ തന്റെ വായ അയാളുടെ വായയോട് ചേർത്ത് വെച്ച് ആ നാമം അങ്ങ് വിഴുങ്ങും. അതെന്താണ്? ആ നാമം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറിപ്പോകാനുള്ള നാമല്ല. പൊടിപടലങ്ങളും മ്ലേച്ഛതകളും ഒക്കെയുള്ള അന്തരീക്ഷം, അവിടെ അഴുക്കുകളൊക്കെയുള്ള ഈ ലോകത്ത് പാറി നടക്കേണ്ടതല്ല. അത് വിഴുങ്ങുകയാണ് നബി തങ്ങളുടെ പേര്, അല്ലാഹുവിന്റെ പേര്. അപ്പൊ ഖൽബ് നബി തങ്ങളുടെ മദ്ഹിനെ ഇഷ്ടപ്പെടുന്നു. ആ തങ്ങളെ മദ്ഹുകളെ കൊണ്ട് ഖൽബിന് ക്ലാവ് പിടിക്കുമ്പോൾ, ഖൽബിന് ക്ലാവ് പിടിക്കുമ്പോൾ, ഖൽബൊക്കെ ദുഷിച്ചു പോകുമ്പോൾ അത് കടയുക, അതിനെ ശുദ്ധീകരിക്കുക ഈ മദ്ഹുകളെ കൊണ്ടാ. ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ അല്പാൽപമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ശഫാഅത്തും തങ്ങളെ ഹൗദും തങ്ങളെ ജിവാറും ഒക്കെ ലഭിക്കാൻ ഈ ഒരു സംരംഭം, ഈ ഒരു ഖസീദയുടെ വിശകലനം നിമിത്തമാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.